അപ്പൊ പിന്നെ ഭീഷണിയായി. എന്റെ കൂടെ എന്റെ വീട്ടിൽ ജീവിക്കണമെങ്കിൽ ഞാൻ ശബരീട്ടിനെ അനുസരിക്കണം പോലും. ദയ വീടും വീട്ടുകാരൊന്നും ഇല്ലാത്തവളല്ല. അനതേച്ചി മോനെ എടുത്തോണ്ട് വരുന്നോ അതോ ഞാൻ പോയി എടുക്കണോ? മോനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. അവനെ ഞങ്ങൾ നോക്കിക്കോളാം. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാ മതിയോ? അവനെ ഞാൻ പ്രസവിച്ചതാ. ആ അധികാരം ഈ വിഷയത്തിൽ എടുക്കാൻ പറ്റില്ലെന്നാ പറഞ്ഞത്. സാധാരണ നീ എവിടെ പോകുമ്പോഴും കുഞ്ഞിനെ കൂട്ടാതെയല്ലേ പോകുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ അങ്ങ് പോയാ മതി. ശബരേട്ടാ, നിങ്ങൾ എന്നെ വാശി പിടിപ്പിക്കല്ലേ. ദയ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും. ഞാനും അങ്ങനെ തന്നെയാ. പക്ഷേ നിന്നെ പോലെ ആവശ്യമില്ലാത്ത തീരുമാനങ്ങൾ എടുക്കില്ലെന്ന് മാത്രം. ഇനി എന്നെ ധിക്കരിച്ച് നിനക്ക് മോൻ എടുക്കണമെങ്കിൽ എടുക്ക്. അപ്പൊ അറിയാം ശബരി തീരുമാനത്തിൽ വിട്ടുവീഴ്ച ഇല്ലാത്തവനാണെന്ന്. ദയേ, വെറുതെ ഒരു തർക്കവും വഴക്കും വേണ്ട. അച്ഛൻ ഇപ്പൊ അമ്പലത്തിൽ നിന്ന് വരും. അച്ഛൻ അറിഞ്ഞ കാര്യങ്ങൾ കൂടുതൽ വഷളാവേ ഉള്ളൂ. അത് ചേച്ചി പറഞ്ഞത് ശരിയാ. അച്ഛനും മോനും കൂടെ ചേർന്നാ രണ്ടാൾക്കും പ്രതിരോധ ശേഷി കൂടും. സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത മനസ്സാണല്ലോ രണ്ടുപേർക്കും. ഞാനേ ഇപ്പൊ പോകുക. പക്ഷെ എന്റെ മോനെ എടുക്കാൻ ഞാൻ വരും. അന്ന് എന്തു പറഞ്ഞാ നിങ്ങളെ തടയുന്നതെന്ന് എനിക്കൊന്ന് കാണണം. കാണാം. അയ്യോ മോളെ, അല്ല നീനു, അസുഖമൊന്നുമല്ല. ഫാമിലിയുടെ ഒരു കാര്യത്തിന് വേണ്ടിയാ അതാ ലീവ് എടുക്കാന്ന് വെച്ച. ഇന്നത്തെ നോട്ട്സ് നീ ഫോട്ടോ എടുത്ത് ഫോണിൽ അയച്ചു തന്നാ ഇന്ന് തന്നെ എനിക്കത് എഴുതിയെടുക്കാം. അതാ ഞാൻ വിളിച്ച. ആ ശരി, നീ പെട്ടെന്ന് അയക്കേ. ഓക്കെഡി, താങ്ക്സ്. ഇതെന്താ ചേച്ചി ബാഗൊക്കെ എടുത്തിട്ട്? ശബരിയേട്ടൻ ഉണ്ണിക്കുട്ടൻ എന്തിയേ? അവരെ ബാഗിനകത്തുണ്ട്. എന്താ കാണണോ? അച്ചോ, എന്നോട് എന്തിനാ ചൂടാവുന്നേ? ചേച്ചി വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കി ഇറങ്ങിയതല്ലേ? ഇനി മുതല് ചേച്ചി ഇവിടെ താമസിക്കാൻ പോവാണോ? ആ അതെ, ഇനി മുതല് ഞാൻ ഇവിടെയാ. ഇവിടെ പറ്റില്ലെങ്കിൽ പഞ്ചരത്നത്തിലെ. അവിടെ ആരും എന്റെ സ്വാതന്ത്ര്യത്തിലെ കൈകടത്തില്ലല്ലോ. ആ ഇതെന്താ, നിങ്ങളെല്ലാവരും കൂടെ എവിടെങ്കിലും പോവാണോ? അതെ, വിനയേട്ടന്റെ വീട്ടിൽ പോവാ. ചീർച്ചേച്ചിയുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാ. ഓ, അല്ല ദേമോളെന്താ തനിച്ചു വന്നത്? ബാഗിലെന്താ? എന്റെ ഡ്രസ്സ് അച്ഛാ. ഞാൻ കുറച്ചു ദിവസം ഇവിടെ താമസിക്കാൻ വേണ്ടി വന്നതാ. ചിലപ്പോ ഞാൻ ഇങ്ങോട്ടേക്ക് മാറുമെന്ന് അമ്പിളി ചേച്ചിയോടും ചീർച്ചേച്ചിയോടും പറഞ്ഞിരുന്നല്ലോ. നീ പറഞ്ഞത് അശോകേട്ടൻ ഗൾഫിൽ നിന്ന് വരുവാണെങ്കിൽ ശബരിയും നീയും കൂടെ ഇവിടെ വന്ന് താമസിക്കുന്നല്ലേ? അശോകേട്ടൻ വന്നോ ദയേ? ഒരേട്ടനും വന്നില്ല. എന്റെ ഭർത്താവ് എനിക്ക് ആ വീട്ടിൽ ഒരു സ്വാതന്ത്ര്യം തരാത്തോണ്ട് ഞാനിങ്ങ് ഇറങ്ങിപ്പോന്നു. നീ എന്തൊക്കെയാ മോളെ പറയുന്നത്? ശബരി നിനക്ക് അവിടെ എന്തിനുള്ള സ്വാതന്ത്ര്യം തരാത്തത്? എന്റെ ഓൺലൈൻ പേജില് ഒരു പോസ്റ്റ് ഇടാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കില്ലച്ചാ. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യൂ? അതൊന്നും ചെയ്യാൻ പാടില്ല. ഈ ശബരിയേട്ടൻ എപ്പോഴും ഇങ്ങനെയായത്? ഇത് ചോദിക്കണം അച്ഛാ. നീ ഇങ്ങോട്ട് തന്നെ വന്നതെന്ന് അവിടെ ഉള്ളവർക്കൊക്കെ അറിയാമോ? ദേ അറിയായിരിക്കും. ഞാൻ എന്റെ അച്ഛന്റെ അടുത്തേക്ക് അല്ലാതെ വേറെ എങ്ങോട്ട് പോവാനാ? അപ്പൊ കുഴപ്പമില്ല, നിങ്ങൾ പോയിട്ട് വാ മാഷേ. ദയ ഇവിടെ ഇരിക്കട്ടെ. അതെ അച്ഛ, മക്കളെ എത്രയും വേഗം കൂട്ടിക്കൊണ്ടുവരാൻ നോക്കച്ചൻ. വിനയൻ തിരിച്ചു വന്നാ പിന്നെ അതിനും പറ്റാതെ വരും. നീ എന്തായാലും ദയം വിളിച്ചോണ്ട് അകത്തേക്ക് പോ. ഞങ്ങൾ പോയിട്ട് വേഗം വരാം. നീ ടെൻഷൻ ആവണ്ട, അച്ഛൻ വന്നിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരും കേട്ടോ. ഞങ്ങൾ പോയിട്ട് വരാം. ചേച്ചി, ബനുമേ. നീ വാ. നീ ഓൺലൈനിൽ എന്താ പോസ്റ്റ് ചെയ്തെന്ന് ഞാനും കൂടി ഒന്ന് അറിയട്ടെ. വാ വാ.
ശബരി ഇവളെ വിലക്കണമെങ്കിൽ എന്തോ വിക്രി ഇവൾ ഒപ്പിച്ചിട്ടുണ്ട്. സുശീല ഒരു മികച്ച സ്ഥാനാർത്ഥി തന്നെയാ. അതിന്റെ ഒരു തലയെടുപ്പൊക്കെ ഉണ്ട്. ശരിയല്ലേ സുകുമാരി? വാസന്തിയേക്കാൾ ഭേദമാണല്ലോ സുശീല. അത് പിന്നെ പറയണോ പ്രസിഡന്റെ? സുശീലേച്ചിയും വാസന്തിയും തമ്മിൽ ആനയും ആമയും പോലുള്ള വ്യത്യാസമില്ലേ? അതുകൊണ്ടല്ലേ ഞാൻ സുശീല ചേച്ചിയെ പിന്താങ്ങിയത്. പിന്നെ ഞാൻ സ്ഥാനാർത്ഥിയായതല്ലേ വാസന്തിക്കും ധനും ചെറിയൊരു അതൃപ്തിയുണ്ട്. അതായിരിക്കും രണ്ടുപേരും ഇങ്ങോട്ട് കാണാത്തത്. അതിലൊന്നും കുഴപ്പമില്ലെന്നേ. രാഷ്ട്രീയത്തിൽ ഇത്തരം അടവ് നയങ്ങൾ പലരും പയറ്റും. അവർക്ക് എന്തെങ്കിലും എല്ലും കഷ്ണം ഇട്ട് കൊടുത്താൽ വാരം ചുരുട്ടി നമ്മുടെ പുറകെ വന്നോളും. അണികളെ പിടിച്ചു നിർത്താൻ പ്രസിഡന്റിനോളം കഴിവുള്ള ഒരു നേതാവ് വേറെ ഇല്ല സുശീലേച്ചി. ധനനും വാസന്തിയും നാളെ മുതൽ പ്രചാരണത്തിനിറങ്ങും അല്ലേ പ്രസിഡന്റ്? അതെ. സുശീലയും നാളെ മുതൽ വ്യക്തിപരമായ പ്രചരണം തുടങ്ങിക്കോ. നമ്മുടെ ചിഹ്നം ഏതാണെന്ന് നാളെ അറിയാം. ചിഹ്നം ഏതാണെന്ന് അറിഞ്ഞാല് പോസ്റ്റർ പ്രിന്റ് ചെയ്യാൻ കൊടുക്കാൻ പറ്റൂ. അറിഞ്ഞാലുടനെ ഞങ്ങളിന്ന് വിളിച്ചു പറഞ്ഞാൽ നന്നായിരുന്നു. അതിനുള്ള ഏർപ്പാടുണ്ടാക്കാം. എന്നാ പിന്നെ നിങ്ങൾ അങ്ങ് ഇറങ്ങിക്കോ. ഈ പ്രൂഫ് ഇവിടെ ഇരിക്കട്ടെ. ഞാൻ നാളെ ഐശ്വര്യമായിട്ട് ഇറങ്ങിക്കോളാം സാർ. ശരി, ആയിക്കോട്ടെ. ആയിക്കോട്ടെ. എന്ന് പറഞ്ഞ് നമുക്ക് പോവാം. കൊള്ളാം, ഒരെടുപ്പൊക്കെ ഉണ്ട് അല്ലേടോ? ആന്റി, ആന്റിക്കെതിരെ ദേ സോഷ്യൽ മീഡിയയിൽ ഇട്ട പോസ്റ്റ് ഇതുവരെ പിൻവലിച്ചില്ലല്ലോ. എനിക്കെതിരെ ദയ പോസ്റ്റ് ഇട്ടുന്നു. ഏത് ദയ? അത് ദയ അനുപമ ചേച്ചിയുടെ അനിയത്തിയാണെന്ന് തോന്നുന്നു. ഇന്നലെ രാത്രി ചേച്ചിക്ക് ഞാൻ ആ പോസ്റ്റ് അയച്ചു കൊടുത്തപ്പോ ദയെ കൊണ്ടത് പിൻവലിപ്പിക്കാമെന്നാ അനു ചേച്ചി പറഞ്ഞത്.